ഇന്ന് പിള്ളേരോടായിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം കല്ലൂരെയും കൊണ്ട്. ഏട്ടൻ വീടൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങാൻ പോവാ. കല്ലൂനെ രാവിലെ കണ്ണൊക്കെ എഴുതിച്ച് എല്ലാം കളഞ്ഞു കല്ലു. ഇപ്പൊ ഒരുമാതിരി ദിഗംബരനെ പോലെ ഇരിപ്പുണ്ട്. പല്ലടിക്കുന്ന എന്തിനാ? ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. ഇപ്പൊ കാണുന്നത് നമ്മുടെ കല്ലൂവിൻ്റെ ഓരോരോ ഭാവങ്ങളാണ്. കല്ലൂവിന് രാവിലെ എഴുന്നേറ്റ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പല പല എക്സ്പ്രഷൻ ഇട്ട് നമ്മളെ അങ്ങ് വെറുപ്പിക്കാനുള്ള പരിപാടിയാണ്. ബൈക്കിലിരിക്കുമ്പോൾ പുള്ളിയുടെ കളികളൊക്കെ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. എന്തോ ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ചിരിച്ചതാ. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഭാവം പിന്നെ മാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പോകുന്ന അമ്പലത്തിലല്ല, നമ്മുടെ അടുത്ത് തന്നെ ഇത് നമ്മൾ വലിയമ്പലം എന്ന് പറയും, തൃക്കുടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് നമ്മളിന്ന് പോയത്. എപ്പോഴും നമ്മൾ ദേവിയുടെ അമ്പലത്തിലാണ് പോകുന്നത്. ഞാൻ ഇപ്പോൾ കുറേ നാളായി പറയും നമുക്ക് ഈ അമ്പലത്തിലൊന്ന് പോകണം. കുറേ നാളായി പോയിട്ട് തന്നെ. അപ്പോൾ പിന്നെ അവിടെ അത് കഴിഞ്ഞിട്ട് കല്ലുവിനെ കൊണ്ട് തൊഴുത് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ഇങ്ങനെ ഗോശാലയുണ്ട്. ആ പശുവിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും കല്ലു വേറെ ഇതായിപ്പോയി. അവിടുന്ന് വരാനേ കൂട്ടാക്കിയിട്ടില്ല. ആരല്ലോ ആരല്ലോ അല്ലോ കല്ലു ഭയങ്കര മോശാട്ടെ അവിടുന്ന് വരുന്നതിന്. അപ്പോൾ തലേന്നെല്ലാം എടുത്ത് കളയാൻ പോകും. എന്തായാലും വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ വ്യാഴാഴ്ച ദിവസം പ്രധാനം. അപ്പോൾ അവിടെ രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പരിചയമുള്ളവരെ അമ്മ വന്ന് സംസാരിച്ച്, കുറേ നാളായല്ലോ കണ്ടിട്ട്, കുഞ്ഞിലെ കണ്ടയാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ തൊട്ടടുത്തൊരു കുളമുണ്ട്. അവിടെ ഇറങ്ങാനൊന്നും അങ്ങനെ പറ്റത്തില്ല. കണ്ടോ കല്ലു വന്ന് ഭയങ്കര മൂശാട്ട സ്വഭാവത്തിലാണ്. ചന്ദന എല്ലാം കളഞ്ഞ്. എന്നാ സ്ലേഡ് എന്ത് കളഞ്ഞിനി? ആ അച്ഛൻ കളഞ്ഞ് തരത്തില്ല. നമ്മൾ അമ്പലത്തിൽ തൊഴുതു വീട്ടിലോട്ട് പോവാ, വല്ലതും കഴിക്കണം. വണ്ടിക്ക് പെയിന്റ് അടിച്ചപ്പോ ഹെൽമെറ്റിന് വരെ പെയിന്റ് അടിച്ച മോതല്ല ഇത്. നല്ല എറിച്ച് നിപ്പില്ലേ? അല്ല നോക്കിയാലോ. അത് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഏട്ടൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ഇന്നത്തെ ഫുഡെല്ലാം. പക്ഷെ പിള്ളേരാണല്ലേ, അപ്പോൾ എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് വണ്ടിയിൽ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനാണ്, അവർക്ക് അതൊന്നും ഇഷ്ടമല്ല, അവർക്ക് അങ്ങനെ പറയുന്നേ ഇഷ്ടമില്ല. ചേച്ചി എന്തിയെ? ചേച്ചി എന്തിയെ? ചേച്ചിയെ വിളിക്കേ. ഡ്രസ്സ് ഇട്ട ഷോ ഒക്കെയാണ് കാണിച്ചത്. അത് പുതിയതായിട്ട് ഇട്ട ഡ്രസ്സാണ്. അപ്പം അതിൻ്റെ ഷോ ആയിരുന്നു. എൻ്റെ അവക്കും കഴിക്കാൻ കൊടുന്നു, ഏട്ടനും കഴിക്കാൻ കൊടുത്തു. ഏട്ടൻ പറഞ്ഞ് വീഡിയോ എടുക്കല്ലേ, ഭയങ്കര നാണം. പക്ഷെ ചുമ്മാതായിട്ട് ചില സമയം അങ്ങനെ പയ്യ ഓക്കെ വരുമായിരിക്കും. എന്നോട് വേണമെങ്കിൽ പോയ കല്ലു വീഴുവേ. ചിക്കു അങ്ങ് വീഴും. ഓടക്കകത്ത് പോയി കിടക്കും. ജിജുവിനെ വിളിച്ചേ. മാമാന്ന് വിളി. ഹെൽമെറ്റ് മാറ്റാം, പേര് മാറ്റാം. ക്യാമറ കാണുമ്പോൾ മാത്രം പേര് മാറ്റാം. ഹെൽമെറ്റ് മാറ്റാം, അല്ലാത്തപ്പോ രാഹുൽ. നമ്മൾ കല്ലൂനെ വീട്ടിൽ നിർത്തിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് സാധനമൊക്കെ എടുക്കാനുണ്ട് വീട്ടിൽ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന അനിയത്തി, കറിക്കരിയുന്ന അമ്മ. ഞാനപ്പോൾ അമ്മയോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അമ്മ പൊടി എന്ന് പറഞ്ഞു.
രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ കൊച്ച. അതുകൊണ്ട് ഭയങ്കര ക്ഷീണത്തിൽ അമ്മ നടിച്ച് ഉറങ്ങുക. 8:20 എഴുന്നേറ്റ് പെങ്കൊച്ച. ഇപ്പം കല്ലുവിൻ്റെ പിള്ളേരോടെ സദ്യ സൂപ്പറാണോ? ഓ അച്ഛന് പപ്പടം കൊടുക്കും. സ്നേഹം ചേച്ചേ. കൊച്ചിന് എല്ലാവർക്കും വിതരണ കേട്ടോ. ചോറ് കഴിക്കുന്ന ഇച്ചിരി പാടാണ്. ഏട്ടന് പിള്ളേരോണത്തിന്റെ ഇതില് വെച്ച് കഴിക്കുന്നു. നോക്കേട്ടാ, ചിരി കേട്ടാ. നമ്മളെവിടെ പോവാ? നമ്മളിമ്മ വഴി നടക്കാൻ പോവാ. വഴിക്ക് നടക്കാൻ പോവാ. കല്ല് ഓടുക കൈ കൊണ്ട്. ഞങ്ങളുടെ BMW ഇവിടെ കിടപ്പുണ്ട്. സൈഡ് പാർക്കിംഗ്. കേട്ടോ ഇങ്ങോട്ടാന്നൊന്നും ഇല്ല. അങ്ങ് വിട്ടടിച്ച് പുള്ളി കേറാൻ പോവുക. ചേച്ചിയേ ചേച്ചിയേ വെള്ളം വെള്ളം. അയ്യോ കല്ലിന്റെ കാലും മുറിഞ്ഞ്. എന്നാ പറ്റിയതോ? വീണതാണോ? അവിടാണോ വീണേ? ശു കല്ല് കാല് പോഞ്ഞു കേട്ടോ. കൈ പറ്റിയേ ഇച്ചിരിയല്ല, കുഴപ്പമില്ല. ഓയോടാ പോട്ടെ, സാരമില്ല. കുടുംബശ്രീക്ക് പോവാൻ പോവാ അമ്മയുടെ കൂടെ. കല്ലോടെ പോവാ? കല്ലോടെ പോവാ? ആ ഓ പോട്ടെ, സാരമില്ല. കല്ല് ഓർത്തോർത്ത ഇനി സങ്കടം പറച്ചിലായിരിക്കും. എന്റെ പൊന്നെ വെല്ലോറും പൈപ്പ് കുടിക്കും. ജിജു ജിജു ചെരുപ്പ് വരെ ഊരി. വലിയ പരിചയത്തിലാ കയറി പോകുന്നത് കേട്ടോ. ഓക്കെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മഴ പെയ്തപ്പോഴത്തേക്കായിട്ട് കല്ലിനെ മഴയത്ത് ഇറക്കാൻ ഞാൻ ഇങ്ങോട്ട് കിട്ട ഇറങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ നനയത്തില്ലേ. അവളെ കവർ വെക്കാനും സമ്മതിച്ചില്ല. പിന്നെ ഒരുവിധം നിർത്തി കളിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഇപ്പോഴത്തെ അത്തിരിക്കൊക്കെ വെച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ പായസമൊക്കെ വെക്കാൻ പോയി. സാധനത്തിന് നമ്മുടെ ഇവിടെ ചവ്വരി എന്ന് പറയും. ചവ്വരി വേവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് സേമിയ വറക്കാൻ വേണ്ടി നമ്മളിട്ട്. അപ്പോഴത്തേക്കും കല്ലു ആ സൈഡിലെല്ലാം നടന്ന് ഭയങ്കര അലമ്പ. അമ്മ ഇപ്പുറത്ത് ചായ വെക്കുന്നു. അച്ചാച്ചി വന്നായിരുന്നു. അപ്പോൾ ചായ കൊടുക്കാൻ വേണ്ടി ഉള്ള പരിപാടിയായിരുന്നു. കല്ലു എൻ്റെ തവളത്തൊന്നും ഇറങ്ങുന്നേ ഇല്ലായിരുന്നു. അവളെന്നുണ്ടല്ലോ കാലെടുത്ത് ഗ്യാസിൻ്റെ അവിടോട്ട് വെക്കുന്നത്. ഞാൻ പറഞ്ഞു പൊള്ളുമെന്ന് പറഞ്ഞു. അവളൊരു കേൾക്കത്തില്ല. പൊള്ളി കഴിയുമ്പോൾ അവളുടെ അച്ഛൻ എന്നെ വഴക്ക് പറയും. ഞാൻ കാരണമെന്ന് പറയും. പിന്നെ സേമിയക്കകത്ത് പാലൊക്കെ ഒഴിച്ച് 2 കവർ പാലാണ് ഒഴിച്ച്. പക്ഷെ അത് കട്ടിയായിരുന്നു. പെട്ടെന്ന് കട്ടിയായി. നമ്മൾ ചവ്വരി ഒക്കെ ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് അങ്ങ് കട്ടിയായിപ്പോയി. ഞങ്ങളപ്പോൾ ഏതാണ്ടൊക്കെ കഥ പറഞ്ഞ് അനിയത്തി വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ പാലൊഴിക്കുന്നു. കല്ല് സൈഡിൽ നിന്ന് എന്തൊക്കെയോ കളച്ചിൽ കാണിച്ചുകൊണ്ടായിരിക്കുന്നത്. പിന്നെ അത് ഇളക്കി 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 ഒരു പരുവായി. അതിനിടയ്ക്ക് ഞാനും കല്ലും ഒരു വഴക്കിൻ്റെ കഴിഞ്ഞു. അതിനാ കല്ലും അവിടെ കയറി നിൽക്കുന്നത്. പഞ്ചസാര ഇട്ടിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് പായസം ഉണ്ടാക്കുന്ന 4 വർഷത്തിനുള്ളിൽ. കല്ലുണ്ടായിട്ട് ഇത് കല്ലിട്ട് 3ാമത്തെ ഓണം. എൻ്റെ 4ാമത്തെ.
പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചൗരിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കാൻ പോവാൻ. നന്നായിട്ട് ഇളക്കി മധുരം കൊണ്ടുവന്ന് നോക്കി. എന്നാണോ എനിക്ക് ഈയിടെയായിട്ടൊരു ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല, എന്താണെന്നൊന്നും അറിയത്തില്ല, ഇനി ഒന്ന് നോക്കണം. ഒരു നാക്ക്, പക്ഷെ ഇത് നമുക്ക് അങ്ങനെയൊന്നും വരുന്നില്ല. നമുക്ക് ആശുപത്രി പോവാം കേട്ടോ. പായസം കുടിച്ച ഉടനെ ആശുപത്രി പോവാം. പായസം കുടിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കല്യാണങ്ങൾക്ക് വേണ്ട അടപ്പെല്ലാം നക്കിയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ബാക്കി നക്കാൻ അവളുടെ ചേച്ചി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മിൽക്ക് മേഡ് ഞാനെടുത്ത് പാത്ത് വെക്കും, ബാക്കി എടുത്ത് പാത്ത് വെക്കും. നല്ല ഇവിടെ കള്ളം കൊണ്ടു. അതിനിടയ്ക്ക് അവൾ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ പായസം കൂറിക്കുക. അപ്പോഴത്തേക്കും അമ്മ കുറച്ചുകൂടെ ഒഴിച്ച് പായസം എല്ലാം നമ്മൾ സെറ്റായി. അതുകൊണ്ട് ആദ്യം തന്നെ കല്ലൂന് കൊടുക്കാമെന്ന് വെച്ച്. ചൂടല്ലേ, അതാ ഇങ്ങനെ വലിയ പാത്രത്തിലെടുത്ത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം. അതുകൊണ്ട് സേമിയ പായസം തന്നെ ഉണ്ടാക്കിയത്. അതിന് നുള്ളിയും പറിച്ചുമൊക്കെ ഓരോ തരത്തിലിരുന്ന് കഴുകി ലാസ്റ്റ് അത് തല വരെ കാണും. അതാണ് എൻ്റെ കല്ലൂൻ്റെ സ്വഭാവം. അവളെ പായസം കുടിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അവൾക്ക് കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് കുടിക്കാൻ. അപ്പം അവൾ കുടിക്കുന്ന, അച്ചാച്ചി കുടിക്കുന്ന, അമ്മ കുടിക്കുന്നു, ഞാനും ഇവിടെ ഇരുന്ന് കുടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.